താഴ്മയും humble and broken man is a God conscious man. താഴ്മയും നുറുക്കവുമുള്ള ഒരു വ്യക്തി ദൈവ സാന്നിധ്യ ബോധമുള്ള ഒരുവനാണ്. യേശു ക്രിസ്തു എല്ലാവർക്കും മേലാக പിതാവിനാൽ ഉയർത്തപ്പെട്ടാർ. എല്ലാവർക്കും മേലായി യേശുവിനെ ദൈവം ഉയർത്തി. എല്ലാ വാനങ്ങൾക്കും മേലാக ഏറിனார். ആകാശത്തിനും മുകളിൽ സ്വർഗങ്ങൾക്ക് മുകളിൽ യേശുവിനെ ഉയർത്തി. ഏറിனார் என்றால் அவர் பூமியின் தாழ்விடங்களில் இறங்கினார். അവൻ മുകളിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അവൻ ഭൂമിയുടെ താഴേക്ക് ഇറങ്ങി വന്നതുകൊണ്ടാണ് പ്രകാരം ഉയർത്തപ്പെട്ടത്. നാം ഉയർത്തുന്നതിന് നാം ഒന്നും ചെയ്യ വേണ്ട. നമ്മെ ഉയർത്തുന്നതിനായിട്ട് നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വേല അവർക്ക് നാം കീഴെ താഴ്വിടങ്ങളിൽ പോയിട്ടേ ഇരിക്കണം. നമ്മുടെ ജോലി നാം ചെയ്യേണ്ടത് നാം താഴേക്ക് പോയിക്കൊണ്ടിരിക്കണം, അത്രമാത്രം. അപ്പോൾ ദൈവം ആത്മീയ வாழ்க்கையில മേലെ കൊണ്ടുവരാറ്. അപ്പോൾ ദൈവം നമ്മെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ മുകളിലേക്ക് ദൈവം ഉയർത്തിക്കോളും. இந்த பூமிக்கு மேலே கொண்டு வருகிறார். ഈ ഭൂമിക്ക് മുകളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. സാത്താനുക്ക് മേലെ കൊണ്ടുവരുகிறார். പിശാചിന്റെ മുകളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്നു. പാവങ്ങൾക്ക് മേലാக கொண்டு வருகிறார். പാപങ്ങൾക്ക് മുകളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്നു. என்னுடைய வேலை நான் கான்ஷியஸா இருந்து நான் கீழே போயிட்டே இருக்கணும். நான் ബോധപൂർവം താഴേക്ക് പോകുക എന്നുള്ളതാണ് എൻ്റെ ജോലി. humble and broken man is a God conscious man. താഴ്മയും നുറുക്കവുമുള്ള ഒരു വ്യക്തി ദൈവിക ബോധ്യം, ദൈവിക സാന്നിധ്യ ബോധ്യമുള്ളവനാണ്. ചില ക്യാരക്ടേഴ്സ് ഞാൻ വേദത്തിൽ നിന്ന് ഞാൻ കാണിക്കാൻ വിരുമ്പുகிறேன். ഞാൻ ദൈവവചനത്തിൽ നിന്ന് ചില വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇങ്ങനെ നാം ജെനസിസിൽ നാം വാസിക്കണം 37-ാം അധ്യായത്തിൽ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 37-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം. ഒരു 17 വയസ്സ് ഒരു വാലിബൻ, 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യമാണ് നാം ഇവിടെ വായിക്കുന്നത്. അവൻ ഒരു സ്വപ്നം കാണുന്നവനായിരുന്നു 17 വയസ്സിൽ. ഈ 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരനായിരുന്നു. 6-ാം വചനത്തിൽ വാസിക്കണം. ഇവിടെ നാം 6-ാം വാക്യത്തിൽ നാം വായിക്കും. ഉൽപ്പത്തി 37-ന്റെ 6-ാം വാക്യം. ഞാൻ കണ്ട സ്വപ്നത്തെ കേളുങ്ങൾ. ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവീൻ. 9-ാം വചനത്തിൽ വാസിക്കണം. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. വേറൊരു സ്വപ്നം കണ്ട് ഞാൻ ഇന്നും ഒരു സ്വപ്നത്തെ കണ്ടേ. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. 6-ാം വചനത്തിൽ വാസിക്കണം. 9-ാം വചനത്തിൽ വാസിക്കണം. 6-ാം വാക്യത്തിൽ വായിക്കുന്നു, 9-ാം വാക്യത്തിൽ വായിക്കുന്നു. ഞാൻ കണ്ട സ്വപ്നം, ഞാൻ കണ്ട സ്വപ്നം, ഞാൻ കണ്ട ഇന്നൊരു സ്വപ്നം, ഞാൻ കണ്ട മറ്റൊരു സ്വപ്നം. 17 വയസ്സിലെ എതിർപ്പ് പ്രധാനമായി മേലോങ്ങി നിൽക്കുന്നതിനാ ഈ 17-ാമത്തെ വയസ്സിൽ ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ദാനം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. அந்த கிஃப்டோட எது கலந்துருச்சு அப்படின்னா ആ ഗിഫ്റ്റിനോട് ചേർന്ന് അവനിലേക്ക് വന്നത് മറ്റൊരു കാര്യവും കൂടെയാണ്. அந்த ட்ரீமோட எது கலந்துருச்சு அப்படின்னா ആ സ്വപ്നത്തോട് ചേർന്ന് വന്ന മറ്റൊരു കാര്യം கலந்துருச்சு. ഞാനും കൂടെ ചേർന്ന് വന്നു. பொதுவாவே அவனுடைய சகோதரர்களுக்கு ஒருத்தவங்களுக்கு இல்லாத ஒருத்தவங்களுக்கு இருந்தாலே ஜனங்களுக்கு பொறாம வரும். ഒരാൾക്ക് ഇല്ലാത്തത് മറ്റൊരാൾക്ക് ഉണ്ടെങ്കിൽ തന്നെ ആളുകൾക്ക് അസൂയ ഉണ്ടാവും. എന്റെ ഗിഫ്റ്റ് ഇല്ല, ഇന്നൊരുത്തന്റെ ഗിഫ്റ്റ് ഇരിക്കുന്നാവേ അത് പൊറാമ വരും. എനിക്കൊരു വരമുണ്ട്, മറ്റ് വ്യക്തിക്ക് അതില്ലെങ്കിൽ ഉടനെ തന്നെ അവനെക്കുറിച്ച് അസൂയ ഉണ്ടാവും. அந்த ഗിഫ്റ്റോട് കൂടെ ഒരുവർ തന്നെ ബോസ് പண்றாங்கன்னு വെച്ചീங்க. അങ്ങനെ ആ ദാനമുണ്ട് എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് അവൻ പുകഴുന്നവനും കൂടെയാണെങ്കിലോ അത് என்ன ஆகும் அப்படின்னா இன்னும் எரிச்சல் உண்டாகும். ഉടനെ കൂടുതൽ അസൂയ മാത്രമല്ല കോപവും ഉണ്ടാവും. அப்படிதான் നടந்துச்சாங்க. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. 8-ാം വചനത്തിൽ വാസിക്കണം. 8-ാം വാക്യത്തിൽ നോക്കുക. അവനുடைய സ്വപ്നங்களின் നിമിത്തവും അവൻ വാർത്തകളിൻ നിമിത്തവും ഇന്നും അധികമായി പകയ്ത്താர்கள். ഇവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. സ്വപ്നം മാത്രമല്ല, സ്വപ്നം മാത്രമല്ല, സ്വപ്നത്തോട് കൂടെ ചില വാർത്തകളിൻ നിമിത്തവും, സ്വപ്നത്തിനോട് ചേർന്ന് ചില വാക്കുകളും. அந்த സ്വപ്നത്തോട് കൂടെ അത് என்ன വാർത്തകൾ? സ്വപ്നത്തോട് ചേർന്നുണ്ടായിരുന്ന വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ കണ്ട,
ഞാൻ കണ്ട സ്വപ്നം, நான் இன்னொரு சொப்பனத்தை கண்டேன். ഞാൻ മറ്റൊരു സ്വപ്നം കണ്ടു. 45ஆம் அதிகாரத்தில் வாசிக்கிறோம். 45-ാം അധ്യായം നോക്കുക. அவனுடைய சகோதரர்கள் எல்லாம் வந்து நிக்கிறாங்க அவனுக்கு முன்பாக. ഇപ്പോൾ ഇത് അവന്റെ മുമ്പാകെ അവന്റെ സഹോദരങ്ങളൊക്കെ വന്നു നിൽക്കുന്നു. அங்க நாம் 5, 6, 7, 8 வரிசையா நாம் அந்த காரியங்களை வாசிக்கிறோம். 5, 6, 7, 8 வசனங்கள் எல்லாம் வாசிக்கிறோம். വാക്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചാൽ, ஏப்பா நீங்க இல்லப்பா, தேவன் தான் என்னை உங்களை முன்னே அனுப்பினார். നിങ്ങളല്ല, ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചത്. 5-ാം വാക്യം. மறுபடியும் 8ஆம் வசனத்துல வாசிக்கிறோம், தேவனே என்னை இவ்விடத்துக்கு அனுப்பினார். 8-ാം വാക്യം, നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. தேவன் தான், நீங்க எல்லாம் கிடையாது. നിങ്ങളല്ല, ദൈവമാണ്. ദൈവമാണ്. உங்களை நீங்க கண்டம் பண்ணிக்க வேண்டாம். നിങ്ങൾ കുറ്റം വിധിക്കേണ്ട ആവശ്യമില്ല. விட்டுருங்க. നിങ്ങളല്ല. நான் பின்னால வாசிக்கிறோம். 48ஆம் அதிகாரத்தில் வாசிக்கிறோம். 48ஆம் அதிகாரம், 48-ാം അധ്യായം. ജോസഫ് പോയി തന്റെ പിള്ളേകളെ കൊണ്ടുപോയി നിപ്പാട്ടുறாரு. ജോസഫിന്റെ മുമ്പാകെ തന്റെ മക്കളെ കൊണ്ട് അവിടെ അവന്റെ മുമ്പാകെ നിൽക്കുന്നു. ജെനസിസ് 48 verse 9. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 9-ാം വാക്യം. ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് ജോസഫ് അപ്പനോട് പറഞ്ഞു. ദേവൻ എനിക്ക് അരുളിന കുമാരൻ. ദൈവം എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ. മറക്കവേ ഇല്ല. അവനത് ഒരിക്കലും അത് മറന്നില്ല. അത് ഗോഡ് കോൺഷ്യസ് ആവേ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. എപ്പോഴും അവന് ദൈവത്തെ കുറിച്ചുള്ള ഒരു ബോധ്യമാണ് അവന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ പിന്നാലെ കൂടെ വാസിക്കണം. ജെനസിസ് 50:20 വാസിക്കണം. ഉൽപ്പത്തി പുസ്തകം 50-20 വാക്യം നോക്കുക. 20ആം വസനത്തിൽ വാസിക്കണം. 20-ാം വാക്യം. நீங்க எனக்கு தீமை செய்ய நினைத்தீர்கள், தேவன் எனக்கு നിങ്ങൾ എന്റെ നടന്നു വരുகிற വഴിയെ നന്മയാവും முடிய பண்ணினார். ദൈവമോ ഇന്ന് അത് ഗുണമാക്കി തീർത്തു. ஒவ்வொரு வித்தியாசமான கான்டெக்ஸ்ட்ல, வித்தியாசமான சர்க்கம்ஸ்டான்சஸ்ல, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ, വ്യത്യസ്തമായ സാഹചര്യം, അതിന്റെ മധ്യത്തിലൊക്കെ ദൈവത്തെ കാണുന്ന ജോസഫ്. പ്രിയമുള്ളവരെ, അത് எப்படி? അതെങ്ങനെയാണ്? தேவனுடைய ஆவியை பெற்ற மனுஷன், ദൈവത്തിന്റെ ആത്മാവിനെ ലഭിച്ച ഒരു മനുഷ്യൻ, நொறுங்கின மனுஷன், നുറുക്കപ്പെട്ട ഒരു മനുഷ്യൻ, மனத்தாழ்மையில ആഴമായി കീഴെ പോണ മനുഷ്യൻ, താഴ്മയിൽ താഴോട്ട് വീണ്ടും വീണ്ടും താഴ്മയിൽ വളരുന്ന ഒരു മനുഷ്യൻ. ദേവനെ തനക്ക് മുൻപാകെ വൈത്തിരിക്കുന്നത്, തന്റെ മുമ്പാകെ ദൈവത്തെ എപ്പോഴും വെച്ചിരിക്കുന്നു. അത് ബാല്യത്തിക്കെടുത്ത ഇച്ഛയായിരിക്കട്ടോ, അത് ലൈംഗിക യുവത്വത്തിന്റെ മോഹമായിരിക്കട്ടെ, അത് മറ്റവர்கள் செய்யறதான துரோகமாஇருக்கட்டும், മറ്റുള്ളവർ ചെയ്യുന്ന തിന്മയാകട്ടെ, தேவன் நமக்கு கொடுக்கிற ஆசீர்வாதமா இருக்கட்டும், ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാകട്ടെ, தேவன் பிள்ளைகளை கொடுக்கட்டும், ஆசீர்வாதத்தை கொடுக்கட்டும், ദൈവം മക്കളെ നൽകട്டும், മറ്റ് അനുഗ്രഹങ്ങൾ നൽകട്ടെ. ദേവനേ, എല്ലാറ്റിനും എല്ലാറ്റിന്റെയും മഹത്വം ദൈവത്തിന്. ദേവൻ എന്നെ വരുത്തങ്ങളെല്ലാം മറക്ക பண்ணினார். ദൈവമാണ് എന്നെ അനുഗ്രഹിച്ചത്. ദൈവമാണ് എന്റെ ദുഃഖങ്ങൾ മറക്കുമാറാക്കിയത്. ഞാനല്ല. പ്രിയമുള്ളവരെ, இந்த കാര്യങ്ങളെല്ലാം യോസേഫിനിടത്തിൽ ദൈവം നടത്തിட்டார். ഇതെല്ലാം ജോസഫിന്റെ ജീവിതത്തിൽ ദൈവം നടപ്പിച്ചു. നാം இன்னொரு കാര്യത്തെ നാം വാസിக்கிறோம். ഞാൻ മറ്റൊരു കാര്യം നാം വായിക്കും. ഹംബിൾ മാൻ, താഴ്മയുള്ള ഒരു മനുഷ്യൻ ഒരുപോലും തന്നെ എണ്ണുகிறதுக்கு മിഞ്ചി എണ്ണ മാട്ടാൻ. താഴ്മയുള്ള ഒരു മനുഷ്യൻ തന്നെ കുറിച്ച് കൂടുതൽ അവനെ ഉള്ളതിനേക്കാൾ കൂടുതൽ ചിന്തിക്കുകയില്ല. റോമർക്ക് എഴുതിയ നിരുപം 12-ാം അധ്യായം 3-ാം വചനത്തിൽ ഇവിടെ നാം വാസിக்கிறோம். റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. റോമർക്ക് എഴുതിയ നിരുപം 12-ാം അധ്യായം 3-ാം വചനം. റോമർ 12-ന്റെ 3-ാം വാക്യം. തന്നെ എണ്ണുகிறதுக்கு മിഞ്ചി എണ്ണാതവർ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. തന്നെ എണ്ണുகிறதுக்கு മിഞ്ചി എണ്ണാமல் இருக்கிற ഒരു ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരാത്തവൻ. നാം അതേ ജോസഫെ നാം വാസിക്കാം. വീണ്ടും നമുക്ക് ജോസഫിനെ കുറിച്ച് തന്നെ വായിക്കാം. ഒരു താഴ്മയുള്ള ഒരു നൊറുങ്ങുന്ന മനുഷ്യൻ തന്നെ എണ്ണുகிறதுக்கு മിഞ്ചി തന്നെ എണ്ണുகிறதே ഇല്ലേ. താഴ്മയുള്ള നുറുക്കമുള്ള ഒരു മനുഷ്യൻ തന്റെ ഉള്ള അവസ്ഥയ്ക്ക് മുകളിലായി ഭാവിച്ച് ഉയരുകയില്ല. ജെനസിസ് 41. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം. ഫറവോനുക്ക് മുൻപാകെ നിൽക്കുകയാണ്. ഫറവോന്റെ മുമ്പാകെ നിൽക്കുന്നു. அந்த சொப்பனத்துக்கெல்லாம் வியாக்கியானம் பண்ணிட்டார். இப்போ സ്വപ്നത്തിനൊക്കെ അവൻ വ്യാഖ്യാനം നൽകി. என்னென்ன நடக்க போகுது அப்படிங்கறத சொல்லிட்டார். എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അവൻ വെളിപ്പെടുത്തി. 7 വർഷം അധികமான വിളച്ചൽ, പിറகு 7 വർഷം അധികமான പഞ്ചം அப்படிங்கற കാര്യത്തിലെല്ലാം சொல்லியாச்சு. അദ്ദേഹം പറഞ്ഞു 7 വർഷത്തേക്ക് അവിടെ സമൃദ്ധി ഉണ്ടാവും, അതിനുശേഷം 7 വർഷത്തേക്ക് ക്ഷാമം ഉണ്ടാകും. அப்ப என்ன சொல்லுகிறார் என்றால், അപ്പോൾ എന്താണ് പറയുന്നത്? 33-ാം വചനത്തിൽ വാസിக்கிறோம். 33-ാം വാക്യത്തിൽ വായിക്കുന്നു. பார்வோனுக்கு முன்பாக மனத்தாழ்மையான ஜோசப் சொல்லுகிற வார்த்தை. ഇവിടെ ഇതാ വളരെ താഴ്മയോടെ ഫറവോന്റെ മുമ്പാകെ ജോസഫ് പറയുന്നു. ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ചു. മിസ്രയീം 41:33. മിസ്രയീമിൽ ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം. അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള 7 സംവത്സരത്തിൽ. 30 verse 35. அந்த தானியங்களெல்லாம் பத்திரப்படுத்தி வைக்க வேண்டும்.
അവിടെ ഈ ധാന്യം സൂക്ഷിച്ചു വെക്കണം എന്ന് 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 36 ദേശത്തിലെ ഒരു ഡെപ്പോസിറ്റാ ഒരു സേവിങ്സാ വയ്പதாக. ഇവിടെ ദേശത്തിന് അതൊരു സംഗ്രഹമായിട്ടിരിക്കണം എന്ന് പറഞ്ഞു. 36-ാം വാക്യം. யாரை தேடி கண்டுபிடிங்க அப்படின்னா 33-ാം വചനത്തിലെ 33-ാം വാക്യത്തിൽ അപ്പോ ഒരു വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെയാണ് അന്വേഷിക്കുന്നത്. இந்த முழு எகிப்து தேசத்திலையும் தேடி ஒரு மனுஷனை கண்டுபிடிச்சு அவனை அதிகாரியா ஒரு ஓவர்சியரா அவனை அப்பாயின்மெண்ட் பண்ணுங்க. ഒരു വ്യക്തിയെ ഇതിന് മുഴുവൻ മേലധികാരിയാക്കി ഒരുത്തനെ വെക്കുവാനാണ് ഈ ഫറവോൻ പറയുന്നത്. அப்ப அவருடைய மைண்ட்ல யாரே இல்லை அப்படின்னா ഈ ഫറവോന്റെ മനസ്സിൽ അപ്പോ இல்ல ஜோசஃபினுடைய மைண்ட்ல യോസഫിന്റെ മനസ്സിൽ അപ്പോൾ யார் இல்லை அப்படின்னா தான் இல்லை. ജോസഫിനെ കുറിച്ച് ജോസഫ് ചിന്തിക്കുന്നേ ഇല്ല. എகிப்തിലെ തേടുங்க, ഈജിപ്തിൽ അന്വേഷിക്കുക, ഒരു ஞானமுள்ள ഒരു മനുഷ്യനെ കണ്ടുപിടിங்க, നിങ്ങൾ ജ്ഞാനവും വിവേകവും ഉള്ള ഒരുത്തനെ കണ്ടെത്തുക, അവനെ ഒരു അധികാരിയെ അപ്പോയിന്റ്മെന്റ് பண்ணுங்க, നിങ്ങൾ അവനെ ഒരു അധികാരിയായിട്ട് നിങ്ങൾ വെക്കുക. അപ്പൊ பார்வோன் சொல்றார், ഉടനെ ഫറവോനാണ് പറയുന്നത് 38-ാം വചനത്തിലെ 38-ാം വാക്യം, ഹേ ദേവ ആവിയെ പെറ്റ ഒന്നെ പോലെ ഒരു മനുഷ്യനില്ല. ഇവിടെ ഫറവോൻ ഭൃത്യന്മാരോട് പറയുന്നു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് 39 39-ാം വാക്യം, പിന്നെ ഫറവോൻ ജോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീയേ അരൺമണിക്ക് അധികാരിയായിരിപ്പായ്, നീ ഈ എന്റെ ഗൃഹത്തിന് മേലധികാരിയായിരിക്കും. അവർ തന്നെ പ്രൊമോട്ട് പണല, അവൻ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നവനായിരുന്നില്ല, ഉയർത്തുന്നവനായിരുന്നില്ല. രാജാവേ பார்வோனே, நான் உங்களுக்கு இதுக்கு வியாக்கியானம் இன்டர்பிரேட் பண்ணிருக்கேன். ഫറവോനെ, ഞാനല്ലേ ഇതിനൊക്കെ വ്യാഖ്യാനം പറഞ്ഞു തന്നത്. நீங்க என்கிட்ட பொறுப்பு ஒப்படைச்சீங்கன்னா நானே எல்லாத்தையும் முடிச்சிருவேன். നീ എനിക്ക് ഈ ഒരു അധികാരം തന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാം, എല്ലാം നാനേ பண்ணிடுவேன், ഞാൻ എല്ലാം ശരിയാക്കി തരാം. ഞാൻ തന്നെ உங்களுக்கு വ്യാഖ്യാനമേ பண்றேன், ഞാനല്ലേ വ്യാഖ്യാനം ഒക്കെ പറഞ്ഞത്, നാനേ അത് വൈസാ முடிச்சிருவேன், ഞാൻ എല്ലാം വളരെ ജ്ഞാനത്തോടെ അത് ശരിയാക്കി തരാം. கொஞ்சம் கூட லிட்டில் பிட் கூட அவருடைய மைண்ட்ல இல்ல, அவருடைய ஆவியில அவர் என்னவே இல்லை. அப்படி അവന്റെ മനസ്സിൽ, അവന്റെ ചിന്തയിൽ ഇങ്ങനെ ഒരു ചിന്ത അവൻ ചിന്തിച്ചതേ ഇല്ല. തന്നെ എണ്ണുகிறதுக்கு மிஞ்சி തന്നെ என்னவே இல்லை, ഭാവിക്കേണ്ടതിന് മീതെ അവൻ ഭാവിച്ച് ഉയർത്തിയില്ല. அவர் என்ன എതിർபார்ത്തിருந்திருப்பார்? യോസഫ് എന്താണ് ചിന്തിച്ചത്? എന്നെ റിലീസ് பண்ணிடுங்க, എന്നെ ഒഴിവാക്കി. ഇതിനകത്ത് அவ்வளவுதான். நான் இத்தனை வருஷமா ஜெயில இருந்தேன், ഞാൻ ഇത്രയും നാൾ ജയിലിലായിരുന്നു, நான் செய்யாத ஒரு குற்றத்துக்காக நீங்க தண்டனை பெற்றிருக்கேன், ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിനായിട്ട് ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചു. എന്നെ റിലീസ് பண்ணிடுங்க, நான் வெளியில போயிடுறேன், എന്നെ ഒന്ന് ജയിലിൽ നിന്ന് പുറത്തു വിട്ടാൽ മതി, ഞാൻ പുറത്തു വരാം, അതുപോലെ എനിക്ക് അത് മാത്രം മതി. വേറെ എതും നിனைக்கவே இல்லை. മറ്റൊന്നും അവൻ ചിന്തിച്ചില്ല. പ്രിയമാനവളെ, തന്നെ ഉയർത്തുகிறவன் എവനും തന്നെ താഴ്ത്തപ്പെടുവാൻ, തന്നെത്താൻ ഉയർത്തുന്നവനൊക്കെയും താഴ്ത്തപ്പെടും. തന്നെ താഴ്ത്തുகிறவன் എവനും ഉയർത്തപ്പെടുവാൻ, തന്നെത്താൻ താഴ്ത്തുന്നവൻ അവൻ ഉയർത്തപ്പെടും. അത് பார்வோனே കണ്ടുപിടിച്ചിട്ടാർ. അത് ഫറവോന് തന്നെ മനസ്സിലായി. അവനുடைய വാർത്തയിൽ വായിലുള്ള വാർത്ത, ദേവ ആവിയെ പെറ്റ മനുഷ്യൻ ഉന്നെ പോലെ ഒരു മനുഷ്യൻ ഉണ്ടെന്ന് சொல்றார். ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ മറ്റൊരുത്തനെ കിട്ടുമോ എന്ന് ഫറവോനാണ് പറയുന്നത്. പ്രിയമാനവളെ, തന്നെ അവൻ പ്രൊമോട്ട് பண்ணவே இல்லை. പ്രിയമുള്ളവരെ, യോസഫ് തന്നെത്താൻ ഉയർത്തിയില്ല. സെൽഫ് പ്രൊമോഷൻ நிறைய കാര്യങ്ങളെല്ലാം നാം பார்க்கிறோம். ഇന്ന് വംശത്തിലെ நிறைய இந்த സെൽഫ് പ്രൊമോഷൻ பார்க்கிறோம். നമ്മൾ ഇന്ന് അനേക കാര്യങ്ങളിൽ സ്വയമായി നമ്മെ തന്നെ വെളിപ്പെടുത്തുന്നത്, നമ്മെ തന്നെ പരസ്യപ്പെടുത്തുന്നത് നാം കാണുന്നു. தேவ ஆவியை பெற்ற மனுஷன், தாழ்ந்து நொறுங்கின ஒரு மனுஷன், ஆண்டவரே என்னை எண்ணுகிறதுக்கு மிஞ்சி எண்ணக்கூடாது, நான் கீழே போகணும். താഴ്മയും നുറുക്കവുമുള്ള ദൈവാത്മാവ് ഉള്ള ഒരു മനുഷ്യൻ, കർത്താവെ എനിക്ക് താഴേക്ക് പോകണം, എനിക്ക് എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിന്. പ്രിയമുള്ളവരെ, എല്ലാം ജോസഫിൽ നാം കற்றுക്കൊള്ളും. നാം ജോസഫിൽ നിന്ന് ഈ പാഠങ്ങൾ നമുക്ക് പഠിക്കാം. ഗോഡ് കോൺഷ്യസ് ഒരു മനുഷ്യനാണ് നാം എപ്പോഴും ഇരുப்போம். എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധമുള്ള, ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമുള്ള ഒരു മനുഷ്യൻ. കർത്താവേ എല്ലാവറ്റും ചെയ്താർ, എല്ലാം ചെയ്തത് കർത്താവാണ്. ഓക്കെ, നാം രണ്ടാമത് ഒരു മനുഷ്യനെ ഞാൻ കാണിക്കാൻ വിരുമ്പുகிறேன். ഞാൻ മറ്റൊരു മനുഷ്യനെ കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. നാം ഇൻഡിപെൻഡന്റ് സ്പിരിറ്റ് ഇല്ലാത്ത ഒരു കാര്യം, ഒരു ഇൻഡിപെൻഡന്റ്, ഒരു സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു ആത്മാവില്ലാത്തവൻ. അപ്പോസ്തല നടപടികൾ 8-ാം അധ്യായത്തിൽ നാം വാസിக்கிறோம். അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം. എவ்வளவு ഒരു താഴ്മயான ഒരു ഫിലിപ്പை നാം ഇങ്ങ് വാസിக்கிறோம். ഇവിടെ ഇതാ സമാരിയയിലുള്ളതാണ് ഒരു സുവിശേഷകനായ ഫിലിപ്പை കുറിച്ച് നാം വാസിக்கிறோം. ഇവിടെ ഇതാ ശമരിയയിലുള്ള ഒരു സുവിശേഷകനായ ഫിലിപ്പിനെ കുറിച്ച് നാം വായിക്കുന്നു. അവർക്ക് യെരുശലേമിലുള്ളതാണ് അപ്പോസ്തലർ ഉണ്ടാകുന്നതാണ് ഡിസേൺമെന്റ് സ്പിരിറ്റ് അവർക്ക് ഇല്ല. അവർക്ക് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർക്കുള്ള ആ വിവേചനത്തിന്റെ വരം അവനില്ലായിരുന്നു. താഴ്മയാണ് ഒരു മനുഷ്യൻ, എന്നാൽ താഴ്മയുള്ള ഒരു മനുഷ്യൻ. ഇന്ന് വളരെ വേണ്ടിയത് എവ്വളോ ഇருக்கு. അവർക്ക് വളരെയധികം ഇനിയും
ആത്മീയമായിട്ട് വളരേണ്ടതുണ്ട്. சமாரியாவுக்கு வந்தார், சுவிசேஷம் அறிவித்தார். ശമരിയയിൽ വന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു. தேவனுடைய சில கிருபை வரங்கள், ஊழிய வரங்கள், அற்புத அடையாள செய்கிற வரங்கள் எல்லாம் அவனுடைய வாழ்க்கையில் பேக்கப் பண்ணுது. അവൻ്റെ പ്രസംഗത്തോടൊപ്പം പല അടയാളങ്ങൾ അവൻ്റെ ജീവിതത്തോട് അങ്ങനത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ അവിടെ നടക്കുന്നു. அங்குள்ள ஜனங்கள் விசுவாசித்தார்கள். അവിടെയുള്ള ജനങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, மனம் திரும்பினார்கள். അവർ മാനസാന്തരപ്പെട്ടു. அங்க ஒரு மனுஷன் சீமோன் மந்திரவாதியின் குறித்து வாசிக்கிறோம். അവിടെ ശീമോൻ എന്ന് പേരുള്ള ഒരു മന്ത്രവാദിയെ കുറിച്ച് നാം വായിക്കുന്നു. உள்ளே எந்த விதமான ஒரு ரிப்பென்டன்ஸ் இல்லாதபடிக்கு அவன் ஞானஸ்தானம் பெற்றவன். അവൻ അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ ജലസ്നാനം എടുത്തവനാണ്. ஆக்ட்ஸ் 2ல நாம் பீட்டர் என்ன சொல்றாரு அப்படின்னா, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പത്രോസ് എന്താണ് പറയുന്നത്? இன்னைக்கு கிறிஸ்துவத்தினுடைய அவல நிலை, ഇന്ന് നമ്മുടെ ക്രിസ്തീയ ലോകത്തിന്റെ ലജ്ജാകരമായ അവസ്ഥ ഇതാണ്. மனம் திரும்பி ஞானஸ்தானம் பெற்றுக்கொள்ளுங்கிறது தான் பாலுடைய பீட்டருடைய வேர்டு. പത്രോസ് പറഞ്ഞ വാക്ക്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക. அப்போஸ்தலர் 2:38 வாசிக்கிறோம். 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം, நீங்கள் மனம் திரும்பி பாவ மன்னிப்புக்கு என்று இயேசு கிறிஸ்து நாமத்தினாலே ஞானஸ்தானம் பெற்றுக்கொள்ளுங்கள். നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും அப்பொழுது பரிசுத்தாவின் வரத்தை பெறுவீர்கள். എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ஆனால் ஆக்ட்ஸ் 8ல நாம் வாசிக்கிறோம். എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ നാം എന്താണ് വായിക്കുന്നത്? இந்த சீமோன் மந்திரவாதி எப்படி ஞானஸ்தானம் எடுத்துக்கொண்டான் என்றால், ഈ മന്ത്രവാദിയായ ശീമോൻ എങ്ങനെയാണ് ജലസ്നാനം എടുത്തത്? verse 13ல வாசிக்கிறோம். 13-ാം വാക്യം, சீமோன் விசுவாசித்து ஞானஸ்தானம் பெற்றுக்கொண்டான். ശീമോൻ വിശ്വസിച്ചു സ്നാനമേറ്റു. மனம் திரும்பல, അവൻ മാനസാന്തരപ്പെട്ടില്ല. வெளியரங்கமான சில மேஜிக்ஸ் வேலையெல்லாம் விட்டுட்டு அவ்வளவுதான் உள்ளர விட்டான். അവൻ പുറത്തുള്ള കുറച്ച് മാജിക് ചെയ്തുകൊണ്ടിരുന്ന മാജിക് കാര്യങ്ങളൊക്കെ അവൻ വിട്ടു. அவனுடைய சிந்தை என்னவா இருந்தது? എന്നാലും അവന്റെ ചിന്തയിൽ ഒരു മാറ്റം വന്നിരുന്നില്ല. ஏற்கனவே இந்த மேஜிக் இண்டஸ்ட்ரியில பெரிய மனுஷனா இருந்தா, ഇപ്പോ ഇതുവരെ മാജിക് ഇൻഡസ്ട്രിയിൽ ഞാൻ വലിയൊരാളായിരുന്നു. இப்ப இந்த பிளாட்ஃபார்ம் மாறி போயிடுச்சு. ഇപ്പൊ ഈ മാജിക് എന്നുള്ള പ്ലാറ്റ്ഫോം അതൊന്ന് മാറി, ആ വ്യവസായം ഒന്ന് മാറി, എത്രേ ഉള്ളൂ. இப்ப பிலிப்பை எங்க போனாலும் ஒட்டிக்கொண்டார். അപ്പൊ ഫിലിപ്പിന്റെ കൂടെ എല്ലായിടത്തും പോയി. അത് பாருங்க 13ാം വചനത്തിലെ 13-ാം വാക്യം നോക്കുക. ഫിലിപ്പை പറ്റിക്കൊണ്ട്, ഇവിടെ ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. ഫിലിപ്പ് அந்த இடத்துல டிசைன் பண்ண முடியல. ഫിലിപ്പിന് ഈ ശീമോനെ ശരിക്കും വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. நான் இதை எப்படி பார்க்கறேன், അത് ഞാൻ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. 2 വീലർ இருந்திருக்கலாம் அல்லது 4 വീലർ இருந்திருக்கலாம். അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപക്ഷെ ഇരുചക്ര വാഹനം അല്ലെങ്കിൽ 4 ചക്ര വാഹനം ഉണ്ടായിരുന്നിരിക്കും. ஏன்னா கையில நிறைய பணம் கட்டுக்கட்டா இருக்கு. അദ്ദേഹത്തിന്റെ കയ്യിൽ കെട്ടുകെട്ട ഒത്തിരി പണമുണ്ട്. மேஜிக் இண்டஸ்ட்ரியில சம்பாதிச்ச பணம், മാജിക് ഇൻഡസ്ട്രിയിൽ വ്യവസായത്തിൽ കുറെ പണം സമ്പാദിച്ചിട്ടുണ്ട്. இன்னும் சில മന്ത്രവാദികളെ எல்லாத்தையும் பிடிச்சு கொளுத்துனாங்க. ആക്ട്സ് 19ல അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ ശരിക്കും ഈ മാനസാന്തരപ്പെട്ട ചിലര് ഇതെല്ലാം പോയി കത്തിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. സഖേയു മനം തിരുമ്പിനാൻ, എല്ലാവற்றையும் പാതി ഏழைகளுக்கு അന്യായം பண்ணவர்களுக்கு പാതി പാതിയാ കൊടുത്താൻ. സഖായിയുടെ മാനസാന്തരം, അതിനെ തുടർന്ന് അവന്റെ പകുതി സ്വത്തും പാവപ്പെട്ടവർക്ക് കൊടുത്തതായിട്ട് നാം വായിക്കും. എന്നാൽ ശീമോൻ മന്ത്രവാദിക്ക് ഇതൊന്നും സംഭവിച്ചില്ല. ഒരു ഔട്ടർ வெளியரங்கமான சில காரியங்களை செஞ்சு முடிச்சிட்டு ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ ചെയ്ത്, പണം എല്ലാം കെട്ടുകെട്ടാ ഇരിക്കല്ല, പക്ഷെ പണത്തിലൊന്നും തൊട്ടിട്ടില്ല, അതൊക്കെ കെട്ടുകെട്ടായിട്ട് അവിടെ ഇരിപ്പുണ്ട്. அவ்வளவுதான். இப்ப அப்படியே பிளாட்ஃபார்ம் மாறி போயிடுச்சு. ഇപ്പൊ അവന്റെ വ്യവസായം ഒന്ന് മാറി, എത്രേ ഉള്ളൂ. ஞானஸ்தானம் பெற்றுக்கொண்டார், സ്നാനം എടുത്തു. சீமோன் பிலிப்பை பற்றிக்கொண்டான். എന്നാൽ ശീമോൻ ഫിലിപ്പിനോട് പറ്റി ചേർന്ന് നിന്നു. അവൻ എങ്ക പോണാലും പോறது. ഇപ്പൊ ഫിലിപ്പ് എവിടെ പോയാലും അവൻ കൂടെ, മിനിസ്ട്രിയിലെ ഹെൽപ്പ് പண்றது, ഫിലിപ്പിന്റെ മിനിസ്ട്രിയിൽ ശുശ്രൂഷയിലൊക്കെ സഹായിക്കുന്നു. ദേവൻ നമ്മുടെ അനന്ത ജ്ഞാനത്തിലെ സമരിയ സഭയെ பார்த்தார். അപ്പൊ ദൈവം തന്റെ ജ്ഞാനത്തിൽ ഈ ശമരിയ സഭയെ നോക്കി. പ്രിയമാനവர்களே, മൂപ്പർകളെ ജെറുസലേം ഉള്ളതാണ് അപ്പോസ്തലர்கள் தேவன் ஏவினார், சமரியாவுக்கு போ. യെരുശലേമിലുള്ള മൂപ്പന്മാരുടെ ഹൃദയത്തിൽ ദൈവം ഒരു പ്രേരണ നൽകി, നിങ്ങൾ ശമരിയയിലേക്ക് പോവുക. இந்த நிலைமையில சமாரியா சர்ச் போனுச்சு அப்படின்னா, ശമരിയയിലെ സഭ ഈ രീതിയിൽ പോയാൽ, பிலிப் அறியாமையினால சீமோன் മന്ത്രവാദിയെ നെക്സ്റ്റ് ഒരു പൊസിഷനിൽ കൂടെ വെച്ചാലും ഒരു പക്ഷേ ഇങ്ങനെ പോയാൽ കുറച്ച് കഴിയുമ്പോൾ ഫിലിപ്പ് തനിക്കൊരു വിവേചനമില്ലാതെ ഈ ശീമോൻ മന്ത്രവാദിയെ പിടിച്ച് അടുത്ത ഒരു എന്തെങ്കിലും ഒരു അധികാരം ഉത്തരവാദിത്വം ഏൽപ്പിക്കുക കൂടെ ചെയ്തേക്കാം. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആവിയാനവർ യെരുശലേമിലുള്ളതാണ് അപ്പോസ്തലരെ ഏവിനാർ. പരിശുദ്ധാത്മാവ് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിൽ ഒരു പ്രേരണ നൽകി. அவங்க இங்க வந்துட்டாங்க, அப்போஸ்தலர்கள் வந்துட்டாங்க. അപ്പോൾ അപ്പോസ്തലന്മാർ ഇവിടെ വന്നു. அவர்கள் பரிசுத்த ஆவியானவருடைய காரியங்களுக்காக ஜெபம் பண்ணினார்கள். பரிசுத்த ஆவியை ஜனங்கள் பெற்றுக்கொண்டார்கள். അവർ വന്ന് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായിട്ട് പ്രാർത്ഥിച്ചു. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. இந்த மனுஷனுடைய எல்லா
പൊക്കത്തനമും അവருடைய ഹിപ്പോക്രസി മനം തിരുമ്പാத കാര്യങ്ങൾ എല്ലാം വെളിയിൽ റിവീൽ ആവുது. ഉടനെ തന്നെ ഈ വ്യക്തിയുടെ മാനസാന്തരപ്പെടാത്ത അവസ്ഥയും അവന്റെ ഉള്ളത്തിലെ ആഗ്രഹങ്ങളും അവന്റെ ഉന്നത ഭാവവും ഒക്കെ പുറത്തു വന്നു, എക്സ്പോസ്ഡ് ആയി. 19 വചനത്തിൽ 19 വാക്യം, ഞാൻ എൻ കൈകളെ ഒരുത്തന്റെ കൈമേൽ എനിക്ക് இந்த அதிகாரத்தை വച്ചാൽ എനിക്ക് ഈ അധികാരം കിട്ടണം. என்னுடைய தமிழ் வேதாகமத்தில் இப்படி இருக்கு, இப்படி തമിഴിൽ മലയാളത്തിലും ഇങ്ങനെയാണ്, ഈ അധികാരം എനിക്കും തരണം. എൻ കൈകളെ, എന്റെ കൈ, ഞാൻ ഒരുത്തന്റെ മേൽ, എന്റെ എന്ന് മലയാളത്തിലില്ല, എന്നാലും ഒരുത്തന്റെ, ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ, എൻ കൈകളെ വച്ചാൽ, ഞാൻ കൈവച്ചാൽ എനിക്ക് அந்த அதிகாரத்தை வேண்டும், എനിക്ക് ഈ അധികാരം ലഭിക്കണം. കയ്യിൽ പണം വേറെ, പണമുണ്ട് കയ്യിൽ. അത് പീറ്ററിന് മുടിയുമോ? അത് പത്രോസിന് ഇത് സാധിക്കുമോ? പീറ്ററിന് മുടിയുമോ? അത് പത്രോസിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? നീറ്റാ പാത്തിട്ടാർ ഉള്ളരെ. പത്രോസ് വളരെ അവന്റെ ഉള്ളിലെ അവസ്ഥ പത്രോസ് കണ്ടെത്തി. അനന്യാസ് സഫീറാളെ പാത്ത കണ്ണുകൾ, അനന്യാസിനെയും സഫീറയെയും കണ്ട അതേ കണ്ണുകളാണ്. ശീമോനെ കണ്ട കണ്ണുകൾ, ശീമോനെ കണ്ട ആ കണ്ണുകൾ. പ്രിയമാனவர்களே, யாருக்கு இதுல பங்கு கிடையாது அப்படின்னா, மனம் திரும்பாமல் ஞானஸ்தானமே எடுத்திருந்தா கூட அவர்களுக்கு ஹோலி ஸ்பிரிட் கிடையாது, அவர்களுக்கு பங்கு கிடையாது. മാനസാന്തരപ്പെടാതെ സ്നാനം ഏറ്റ ആളുകൾക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ലഭിക്കുകയില്ല. ഓക്കെ, இந்த സംഭവങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കുமே தெரியும். നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. நான் அந்த இடத்துல பிலிப்பை மட்டும் தான் நான் பார்க்கிறேன். ഞാൻ അവിടെ ഈ ഫിലിപ്പോസിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. அந்த நாட்களில் அந்த பிலிப் என்ன செஞ்சிருந்திருப்பார்? ഈ കാലഘട്ടത്തിൽ ഫിലിപ്പ് എന്താണ് ചെയ്യുക? ഫിലിപ്പോസ് എന്താണ് ചെയ്യുക? ഉടഞ്ഞു നൊറുങ്ങിയിരിപ്പാർ. അവിടെ അദ്ദേഹം, ഫിലിപ്പോസ് ആകെ അദ്ദേഹം നുറുങ്ങി ഒരു താഴ്മയിൽ ആയി കാണും. അതാ താഴ്മയുള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു താഴ്മയുള്ള മനുഷ്യനാണെന്ന് പറയുന്നത്. പ്രിയമാனவர்களே, മൂത്ത സഹോദരர்கள், മൂപ്പர்கள், അപ്പോസ്തലர்கள் നാം ഉള്ള വരുகிறதுக்கு நம்ம சர்ச்சில் இடம் கொடுக்கணும். நாம അപ്പോസ്തലர்கள் അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ മൂത്ത സഹോദരന്മാർ സഭയിലേക്ക് വരുന്നതിന് നാം തന്നെ അതിനുള്ള അവസരം നൽകണം. നമുക്ക് தெரியாததெல்லாம் சர்ச்சில் என்ன நடக்குதுங்கறத அவங்க பாத்துருவாங்க. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ സഭയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർ മനസ്സിലാക്കും. പ്രിയമാனவர்களே, നമ്മുടെ തിരുസഭയ്ക്ക് ദേവൻ തന്ത്രളിൻ അപ്പോസ്തലനുക്കായി ഞാൻ സ്തോത്രിக்கிறேன். നമ്മുടെ ദൈവസഭയിൽ ദൈവം നൽകിയ അപ്പോസ്തലന്മാർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയും. ഒരു ஞானதிருஷ்டிக்காரனுக்காக നാം ദേവനെ സ്തോത്രിப்போம். അപ്രകാരം ജ്ഞാനമുള്ള കണ്ണുകളുള്ള ഒരുവനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സീയർ അപ്പോസ്തലനുക്കാக നാം ദേവനുക്ക് നാം നന്ദി ഉള്ളവരാ ഇരിക്കണം. ദൂരക്കാഴ്ചയുള്ള അപ്പോസ്തലന്മാർക്കായിട്ട് നാം ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കണം. അன்னைக்கு പീറ്റർ இந்த சர்ச்சுக்கு வரலனா நிலைமை என்ன இருந்திருக்கும்? அன்னைக்கு പത്രോസ് അന്ന് ഈ സഭയിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ സഭയുടെ സ്ഥിതി എന്താകുമായിരുന്നു? ஆனால் அந்த இடத்துல പീറ്ററുടേത്, ഫിലിപ്പിനുடைய സ്പിരിറ്റ് നുറുങ്ങി ഉടഞ്ഞിരുന്നിരുപ്പാർ. ആ സാഹചര്യത്തിൽ ഫിലിപ്പോസിന്റെ ഹൃദയത്തിൽ നുറുക്കവും താഴ്മയും അനുതാപവും ഉണ്ടായിട്ടുണ്ടാവും. இந்த லெட்டர்ல, இந்த ஆக்ட்ஸ் 8ல நாம் என்ன வாசிக்கிறோம் என்றால், അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ നാം എന്താണ് വായിക്കുന്നത്? பீட்டரும் ஜானும் அங்க ஒரு ரெக்கார்டு கூட இல்ல, என்ன தேவன் மறைச்சிட்டார். அது ഇവിടെ പത്രോസും യോഹന്നാനും ഒക്കെ എന്ത് ചെയ്തു, ഫിലിപ്പോസിന് എന്ത് സംഭവിച്ചു, ഈ കാര്യങ്ങളൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പീറ്റർ, என்ன இவனுக்கு ஞானஸ்தானம் கொடுத்து வச்சிருந்த நீ? പത്രോസ് അവനോട്, ഫിലിപ്പോസ്, എന്തിനാണ് ഇദ്ദേഹത്തിന് ഞാൻ സ്നാനം കൊടുത്തത്? അവൻ മുൻമേലെ മനം തിരുമ്പാണ്. അദ്ദേഹം മാനസാന്തരപ്പെട്ടിരുന്നോ? കട്ടുകെട്ട പണത്തെ തൂക്കിട്ട് വരണം. അദ്ദേഹം ഇത് കെട്ടുകെട്ടായിട്ട് പണവുമായിട്ടല്ലേ വരുന്നത്? പിന്നാലെ എങ്ക പോണാലും പറ്റിക്കൊണ്ട് പോകാൻ. നിന്റെ കൂടെയല്ലേ പോയിടത്തൊക്കെ അവൻ കൂടെ വന്നത്? ഇവനുക്ക് എന്നെ ചർച്ചിൽ ഇவ்வளவு ഒരു ഇമ്പോർട്ടൻസ് ഇവനുക്ക്? എന്തുകൊണ്ടാണ് ഇവന് സഭയിൽ ഇത്രയും വലിയൊരു പ്രാധാന്യമുള്ളത്? എന്നെ അടിപ്പടയിൽ നിങ്ങൾ ബാപ്റ്റിസം കൊടുത്തീங்க? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവന് സ്നാനം കൊടുത്തത്? ഒന്നുമില്ല, റെക്കോർഡില്ല. ഇതിൽ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഏൻ அப்படினா? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഫിലിപ്പ് அந்த இடத்துல ഉടഞ്ഞു നുറുങ്ങി ഇരുന്നിരുപ്പാർ. ഫിലിപ്പോസ് അവിടെ ഇത് മുഴുവനുമായി അംഗീകരിച്ച് ഏറ്റെടുത്ത് നുറുങ്ങി താഴ്മയോടെ ഇരുന്നിട്ടുണ്ടാവും. ഇനി വാസിക്കണം 25-ാം വചനത്തിലെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പീറ്ററും ജോനും അനേക നാட்கள் അവർ വീട്ടിൽ തങ്ങിയിരുന്നാங்க, ഊരിൽ இருந்தாங்க. അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച് ശമരിക്കാരുടെ അനേക ഗ്രാമങ്ങൾ സുവിശേഷം അറിയിച്ചുകൊണ്ട് അവിടെ തങ്ങിയിരുന്നു. അതിനുശേഷമാണ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയത്. അനേക ഗ്രാമങ്ങളിൽ അവർ സുവിശേഷത്തെ അழைச்சிட்டு പോனாங்க. അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനായിട്ട് ഫിലിപ്പോസ് അവരെയും കൂട്ടിക്കൊണ്ടുപോയി. நிறைய நாட்கள் அங்க இருந்தாங்க. അവിടെ പല നാളുകൾ അവിടെ താമസിച്ചു. அந்த இடத்துல அவர் நொறுங்கி விழுந்து தன்னை தாழ்த்தி இருந்திருப்பார். തന്നെ താഴ്ത്തി നുറുക്കത്തോടെ ഫിലിപ്പോസ് അവിടെ ഇരുന്നിട്ടുണ്ടാവും. തന്റെ കാര്യങ്ങൾക്കാக வருத்தப்பட்டிருப்பார். തന്റെ ജീവിതത്തിൽ വന്ന ഈ പാളിച്ചകളെ ഓർത്ത് അവൻ ദുഃഖിച്ചിട്ടുണ്ടാവും. പീറ്റർ അവരെ തേറ്റിരുപ്പാർ. പത്രോസ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ ഇവിടെ തന്നെ പാക്കറേ, ഞാൻ അതിനെ ഇങ്ങനെ കാണുന്നു.
பிலிப் ஒன்றும் ரொம்ப ரொம்ப உடஞ்சி நொறுங்கி போயிடாதீங்க, அப்படிதான் ரொம்ப സെൽഫ് കണ്ടംനേഷൻ பண்ணிക്കാதீங்க. ഫിലിപ്പോസേ, നീ ഇങ്ങനെ അങ്ങ് ഈ കാര്യം ഇങ്ങനെ സംഭവിച്ചു, പക്ഷെ നീ ഇങ്ങനെ നിരാശപ്പെട്ട് പോകണ്ട. ഓക്കെ, നാനും ജീസസ് 3 തവണ മറുതലിച്ചேன். ഞാനും യേശുവിനെ നേരത്തെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെഞ്ചത് വിட നീ ഒന്നും സെഞ്ചില്ല. ഞാൻ തെറ്റ് ചെയ്തു, പക്ഷെ നീ ചെയ്തതും നീ അത്രയും ചെയ്തില്ല. ഓക്കെ, ഉണർന്നിട്ടീங்க, പരവായില്ല. ശരി, നിനക്ക് ഈ തെറ്റ് മനസ്സിലായല്ലോ, നീ അതിനെക്കുറിച്ച് നിനക്കൊരു ബോധ്യമുണ്ടായല്ലോ, അത് മതി. ജോൺ சொல்லிருப்பார், യോഹന്നാൻ പറഞ്ഞിട്ടുണ്ടാവും, ഓ ഞാൻ இந்த சமாரியாவை நான் அழிக்கணும்னு ஆண்டவர்கிட்ட வேண்டிக்கிட்டேன். நான் ഈ ശമരിയെ തന്നെ തീയിട്ട് ചുട്ടുകളയണമെന്ന് ഒരിക്കൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചവനാണ്. ഓക്കെ, ഞാനും ഫുള്ളിഷാ അത് മേലെ കാര്യങ്ങൾ പണിയിരിക്കேன். ഞാനും പണ്ട് ഭോഷത്വപരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സാരമില്ല എന്ന് പറഞ്ഞ് അവനെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ടാവും. പ്രിയമാനവர்களே, அப்படிப்பட்ட ഫിലിപ്പ് ദേവൻ അടുത്ത വാർത്ത വാസിക്കണം. 26 വചനത്തിലെ നാം 26 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഹോളി സ്പിരിറ്റ് அப்படியே തൂക്കിட்டு போனாரு വാസിக்கிறோம். പരിശുദ്ധാത്മാവ് ഈ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി എന്നാണ് നാം അതിനെ തുടർന്ന് വായിക്കുന്നത്. അവരെ സുമന്ത് കൊണ്ടുപോനാർ. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി പരിശുദ്ധാത്മാവ്. അങ്ങേ കാന്തേക്കെ മന്ത്രിക്ക് അവർ എന്ന പ്രസംഗം പண்றார் என்றால், അവിടെ ആ ഷണ്ഡനോട്, എത്യോപ്യനായ ഷണ്ഡനോട് പോയി ഫിലിപ്പോസ് എന്താണ് പ്രസംഗം ചെയ്യുന്നത്? 32 വചനത്തിൽ വാസിக்கிறோம். 32ാമത്തെ വാക്യം, അടിക്കപ്പെട്ട ആട്ടുകുട്ടിയെ കുറിച്ച് ഒരു പ്രസംഗം പண்றார். അവിടെ ചെന്ന് അവിടെ ഈ ഷണ്ഡനോട് പ്രസംഗിക്കുന്ന പ്രസംഗം ജീസസിനുടെ താഴ്മയെ കുറിച്ച് പ്രസംഗിക്കാർ. അറുക്കുവാനുള്ള ആടിനെ പോലെ കൊണ്ടുപോയ യേശുവിന്റെ താഴ്മയെ കുറിച്ചാണ് അവിടെ പ്രസംഗിക്കുന്നത്. അതാണ് ചാപ്റ്റർ. அந்த രഥത്തിൽ പോകുമ്പോൾ അതാണ് ധ്യാനം. അപ്പോൾ രഥത്തിൽ അദ്ദേഹം പോകുമ്പോൾ ആ ഷണ്ഡൻ വായിക്കുന്നത് അതാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റാണ് പോർഷൻ അങ്ങ് പഠിച്ചിട്ട് ഇരിക്കാറ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ദൈവവചനമാണ് അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ താഴ്മയെ യാർ ബോധിക്ക முடியும்? യേശുവിന്റെ താഴ്മയെ കുറിച്ച് ആർക്കാണ് മറ്റുള്ളവരോട് പറയുവാൻ കഴിയുക? അടിക്കപ്പെട്ട ആട്ടുകുട്ടിയാണവരുടെ താഴ്മയെ കുറിച്ച് യാർ പ്രസംഗിക്ക முடியும்? അറുക്കുവാനുള്ള ആടിനെ പോലെ കൊണ്ടുപോയ യേശുവിനെ കുറിച്ച് ആർക്കാണ് മറ്റുള്ളവരോട് പ്രസംഗിക്കുവാൻ കഴിയുക? യേശുക്രിസ്തുവിന്റെ താഴ്മയും മഹിമയെ യാർ കാണിക്ക முடியும்? യേശുക്രിസ്തുവിന്റെ താഴ്മയുടെ മഹത്വത്തെ ആർക്കാണ് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുക? ഫിലിപ്പ് പോன்று തങ്ങളെ താഴ്ത്തി നുറുങ്ങിനവர்கள் தான் കാണിக்க முடியும். ഫിലിപ്പോസിനെ പോലെ തന്നെ താഴ്ത്തി നുറുക്കത്തിലൂടെ കടന്നുപോയ വ്യക്തിക്കാണ് യേശുവിന്റെ താഴ്മയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയുക. നുറുങ്ങിന മനുഷ്യൻ, താഴ്ത്തപ്പെട്ട മനുഷ്യൻ தான் കാണിக்க முடியும். ജീസസ് നുറുക്കപ്പെട്ട് തന്നെ താഴ്ത്തിയ മനുഷ്യനാണ് യേശുവിന്റെ താഴ്മയുടെ സൗന്ദര്യം വെളിപ്പെടുത്തുവാൻ കഴിയുക. അരുമയാണ് പോർഷൻ. ഇത് വളരെ മനോഹരമായ ഒരു വേദഭാഗം. ജീസസ് കാണിച്ചാർ. ഇവിടെ ഇതാ യേശുവിനെ അവിടെ ഉയർത്തി കാണിക്കും. ദേവൻ അതുക്ക് അപ്പുറം അവർ കൊണ്ടുപോകുന്ന മിനിസ്ട്രിയുടെ വിധമേ വേറെ. അതിനുശേഷം ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ ഫിലിപ്പോസിന്റെ ശുശ്രൂഷ തന്നെ ഒരു വ്യത്യാസമായ തലത്തിലേക്ക് ഉയർന്നു. ഇപ്പിടിപ്പെട്ട താഴ്മയുള്ള മനുഷ്യരുടെ ഫ്രൂട്ട് എന്നവെന്നാൽ, ഇങ്ങനെ താഴ്മയുള്ള ആളുകളുടെ ജീവിതത്തിലെ ഫലം എന്താണെന്ന് അറിയാമോ? അവരുടെ പിള്ളകളെ ഞാൻ കാണിക്കാൻ വിരുമ്പുகிறேன். ഞാൻ ആ ഫിലിപ്പോസിന്റെ മക്കളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അരുമയാണ് 4 പെൺകുമാരത്തികൾ. 4 പെൺമക്കളായിരുന്നു ഫിലിപ്പോസിനുണ്ടായിരുന്നത്. ഫിലിപ്പിയർ അപ്പോസ്തല നടപടികൾ, അപ്പോസ്തല പ്രവൃത്തികൾ നാം ഇങ്ങനെ വാസിക്കാം. 21-ാം അധികാരം. അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം. അപ്പോസ്തല നടപടികൾ 21-ാം അധികാരം. അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം 8-ാം വചനം, 8-ാം വാക്യം. ஏற்கனவே அவருடைய வீட்டில் அநேக நாட்கள் ஜான் பீட்டர் தங்கிட்டு போன ഫാമിലി. യോഹന്നാനും പത്രോസും ഒക്കെ അനേക നാളുകൾ ഈ ഫിലിപ്പോസിന്റെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു വീടാണത്. ഇങ്ങനെ വാസിக்கிறோம். ഇവിടെ നാം വായിക്കുന്നു 8-ാം വചനത്തിൽ 8-ാം വാക്യം. ലൂക്ക് சொல்லுகிறார். ഇവിടെ ലൂക്കോസ് ഇപ്രകാരം പറയുന്നു, പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയയിലെത്തി. 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. എவ்வளவு നാட்கள் തങ്ങിനാൽ എന്ന് 10-ാം വചനത്തിൽ വാസിக்கிறோம். അനേക നാட்கள் അങ്ങ് തങ്ങിയിരിക്കയിൽ, ഞങ്ങൾ വളരെ ദിവസം അവിടെ പാർത്തിരുന്നു എന്നാണ് ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാ ഹോസ്പിറ്റാലിറ്റി! എത്ര അനുഗ്രഹിക്കപ്പെട്ട ആളുകളെ സൽക്കരിക്കുന്ന അതിഥി പ്രിയം. അതിൽ അരുമയാണ് ഒരു 9-ാം വചനത്തിൽ വാസിக்கிறோம். അവിടെ 9-ാമത്തെ വാക്യം നോക്കുക. മൈ ഡിയർ യങ് ഡോട്ടേഴ്സ്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ പെൺകുഞ്ഞുങ്ങളെ, നാം இந்த വചനത്തെ നാം ഇച്ഛിക്കണം. നാം ഈ ഒരു വാക്യം അത് നിങ്ങൾ ആഗ്രഹിക്കണം. അവர்கள் തീർക്കദർശനം சொல்லுகிறவர்கள் വാസിக்கிறோம். ഇവിടെ അവന് പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. കന്യാസ്ത്രീകൾ വാസിக்கிறோம். കന്യകമാർ എന്ന് വായിക്കുന്നു. അവരുടെ പേര് എന്നാന്ന് തെരില്ല. ഇവരുടെ പേര് എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. നിശ്ചയമാ ലൂക്കാക്ക് தெரிஞ்சிருக்கும். ലൂക്കോസിന് അവരുടെ പേര് അറിഞ്ഞിട്ടുണ്ടാവും. ഒരു ഗേൾ ഗ്രേസി, ഒരു പെൺകുട്ടിയുടെ പേര് ഗ്രേസ്, മേഴ്സി, ബ്യൂള, ബ്യൂള, എഫ്സിബ എഫ്സിബ, എല്ലാം 4 പേരെല്ലാം ഇരിக்கலாம். 4 പേരുണ്ടാവും.
அவர் எழுதிருக்கலாம், அதை மென்ஷன் பண்ணிருக்கலாம். ആ 4 പേര് ഇവിടെ എഴുതി, അവർക്ക് അദ്ദേഹത്തിന് എഴുതാമായിരുന്നു. ஏன்னா அங்கிள் 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 அங்கிள்ட்டு இந்த பிள்ளைங்க அவ்வளவு தூரத்துக்கு வந்திருக்கோம். അങ്കിൾ 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 എന്ന് പറഞ്ഞിട്ട് അവരുടെ ഈ ലൂക്കോസിന്റെയും പത്രോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ അടുത്തവർ ചെന്നിട്ടുണ്ടോ? எழுதல, ஆவியானவர் எழுத விடல. പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്താനായിട്ട് അനുവദിച്ചില്ല. ஹோலி ஸ்பிரிட் சொல்லிருப்பார் லூக்காட்ட. പരിശുദ്ധാത്മാവ് ലൂക്കോസിനോട് പറഞ്ഞിട്ടുണ്ടാവും, அந்த பிள்ளைங்க உண்மையிலே தன்னை மறைச்சுக்கணும்னு விரும்புற பிள்ளைங்கப்பா, விட்டுருப்பா. ആ പെൺകുഞ്ഞുങ്ങൾ തങ്ങളെ തന്നെ മറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുഞ്ഞുങ്ങളാണ്. അവരുടെ പേര് അവിടെ രേഖപ്പെടുത്തണ്ട. തന്നെ சுத்தமா மறைச்சு கொள்ற பிள்ளைங்க. എപ്പോഴും അവര് തങ്ങളെ തന്നെ മറയ്ക്കുന്ന, ഒളിച്ചിരിക്കുന്ന, പുറകോട്ട് പോകുന്ന പെൺകുഞ്ഞുങ്ങളാണ്. അവരുടെ പേര് അവിടെ രേഖപ്പെടുത്തണ്ട. എങ്ക ഡാഡി പാസ്റ്റർ, ഞങ്ങളുടെ ഡാഡി പാസ്റ്റർ ആണ്. വെരി റെവറന്റ് പാസ്റ്റർ. അദ്ദേഹം വെരി റെവറന്റ് പാസ്റ്റർ ആണ്. മോസ്റ്റ് റെവറന്റ് പാസ്റ്റർ. മോസ്റ്റ് റെവറന്റ് പാസ്റ്റർ ആണ്. സെൻട്രൽ പാസ്റ്റർ. സെൻട്രൽ പാസ്റ്റർ ആണ്. എങ്ക അപ്പ പ്രോഫറ്റ്. എന്റെ അപ്പ അദ്ദേഹം പ്രവാചകനാണ്. എങ്ക അപ്പ എവാഞ്ചലിസ്റ്റ്. എന്റെ അപ്പൻ അദ്ദേഹം ഇവാഞ്ചലിസ്റ്റ് ആണ്, സുവിശേഷകനാണ്. നിറയെ വരും മാംസത്തിൽ വരും. ജഡത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. 4 പിള്ളേകൾ ഇരിക്കാം. ഈ 4 പെൺകുഞ്ഞുങ്ങൾക്കും അങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ അവരുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവും. തങ്ങളെ താഴ്ത്തിന പിള്ളേകൾ. എന്നാൽ തങ്ങളെ തന്നെ താഴ്ത്തിയ പെൺകുഞ്ഞുങ്ങൾ, തങ്ങളെ മറച്ചിട്ടാവും. അവർ തങ്ങളെ തന്നെ മറയ്ക്കുന്ന പെൺകുഞ്ഞുങ്ങൾ. ലൂക്കാ എഴുതിയിരിപ്പാർ. ലൂക്കാട്ട് ആവിയാനവർ ചൊല്ലിപ്പാർ. അപ്പോ ലൂക്കോസിനോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, വേണ്ട, നീ എഴുത വേണ്ട, വേണ്ട, അവരുടെ പേര് എഴുതണ്ട. അവർ ഇപ്പടിയേ ഇരിക്കട്ടോ. അവരുടെ പേരെന്താണെന്ന് ആരും അറിയണ്ട. 20 நூற்றாண்டுகளா இந்த பிள்ளைகளுடைய பேர் என்னங்கிறத நமக்கு வெளிச்சமா இருக்கும். நாளைக்கு ഈ 20 നൂറ്റാണ്ടുകളായിട്ട് ഈ പെൺകുഞ്ഞുങ്ങളുടെ പേര് ആർക്കും അറിയില്ല. ഡാഡി താഴ്മയാ இருந்தாருன்னா பிள்ளைங்க ഡാഡി താഴ്മയാ இருக்கு பாருங்க. ഡാഡി താഴ്മയുള്ളൊരു ജീവിതമാണ് നയിച്ചതെങ്കിൽ അവരുടെ മക്കളും താഴ്മയുള്ള ജീവിതം നയിക്കും. 4 പിള്ളേകളും ദീർഘദർശന പിള്ളേകൾ. ഈ 4 പെൺകുഞ്ഞുങ്ങളും അവര് പ്രവചിക്കുന്നവരായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ നിனைக்கிறேன் വൈഫ് ഇറന്നിപ്പാങ്ങളെന്ന് നിனைக்கிறேன். ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ടുണ്ടാവും. വൈഫില്ല കാണും. വൈഫിനെ കുറിച്ചൊന്നും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാൽ മരിച്ചിരുന്നിരിக்கலாம். ഒരു പക്ഷേ ഒരു വൈഫ് മരിച്ചിട്ടുണ്ടാവും. എല്ലാ പരിശുദ്ധവാന്കളുടെ കാലുകളെ കഴുകിന അരുമയാണ് വാലിബ പിള്ളേകൾ. പരിശുദ്ധന്മാരുടെ കാലുകളെ കഴുകിയ അതിഥി സൽക്കാരം ആചരിച്ച പെൺകുഞ്ഞ്. അവർ കന്യാസ്ത്രീകൾ. ഇവർ കന്യകമാർ എന്ന് എഴുതിയിട്ടുണ്ട്. അവർ ഉലകത്താൽ കരൈപ്പെടാതവர்கள். ലോകത്തെ കൊണ്ട് കറപറ്റാത്ത കന്യകമാർ. സെസരിയ പട്ടണത്തിലുള്ള വാലിബ പിള്ളേകൾ എവിടെയോ ഇരിക്കാം. ആ പട്ടണത്തിലുള്ള ചെറുപ്പക്കാരായ സ്ത്രീകൾ, പെൺകുട്ടികൾ, അവര് പല വിധത്തിലും പെരുമാറുന്നവരാണ്. അവർ 4 കുമാരത്തികൾ എൻറ്റയർലി ഡിഫറെന്റ്. എന്നാൽ അവരിൽ നിന്ന് ഈ 4 പെൺകുട്ടികളും തികച്ചും വ്യത്യസ്തരായിരുന്നു. സെസരിയ പട്ടണത്തിലുള്ളതാണ് വേൾഡ്ലി ഗേൾസിനുடைய വാട്സ്ആപ്പ് സ്റ്റാറ്റസ് എല്ലാം ഇരുന്നിരിക്കും. ഈ പട്ടണത്തിൽ കൈസരിയ പട്ടണത്തിൽ ഉള്ള മറ്റ് പെൺകുട്ടികളുടെയൊക്കെ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ഒന്ന് നോക്കിയാൽ മതി. കോളേജ് ഗേൾസ്, അവരെല്ലാം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്. സ്കൂൾ ഗേൾസ്, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ. അവരുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ്, അവരുടെയൊക്കെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നോക്കുക. ഇങ്ങനെ നിൽക്കുന്ന ചിത്രം, ഇങ്ങനെ നിൽക്കുന്ന ചിത്രം. തമിഴ്നാട്ടിലെ എங்களுக்கு ഒരു ഫ്രേസ് ഇருக்கு. എங்களுக்கு തമിഴ്നാട്ടില് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രയോഗം പറയാറുണ്ട്. ഉൻ നண்பൻ യാർ என்று சொல், നീ യാർ என்று கூறுகிறேன். നിന്റെ സുഹൃത്ത് ആരാണ് എന്ന് പറഞ്ഞാൽ മതി, നീ ആരാണെന്ന് ഞാൻ പറയാം. ഇവിടെ ഉണ്ടല്ലേ? ഇങ്ങനെയുണ്ട്. Tell me your friend. I'll tell you who you are. அப்படின்னு இருக்குல்ல. ഇപ്പൊ ഇതിനെ മാറ്റി ഞാൻ சொல்றேன். ഇതിനെ കുറിച്ച് ഞാനിപ്പോ ഒന്ന് മാറ്റി പറയാം. വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് കാണി. നിന്റെ വാട്സാപ്പിന്റെ സ്റ്റേറ്റസ് ഒന്ന് പറഞ്ഞു കാണിച്ച് നീ ആരെന്ന് சொல்றேன். നീ ആരാണെന്ന് ഞാൻ പറയാം. നീ വേൾഡ്ലിയാ ഗാഡ്ലിയാங்கிறது தெரிஞ்சுடும். നീ ലോകപ്രകാരമുള്ളവനാണോ അതോ നീ ദൈവ ഭയമുള്ളവനാണോ എന്ന് ഞാൻ പറയാം. நிறைய பேருக்கு ஆசை, நிறைய ஆசை. ഇന്ന് അനേകർക്ക് പ്രപഞ്ചത്തിൻ മേൽ ആശ, ഈ ലോകത്തിന്റെ മേൽ വളരെയധികം ആഗ്രഹമാണ്, മോഹമാണ്. இந்த உலகத்துள்ளதான filthy things എല്ലാം பார்த்துட்டு ഈ ലോകത്തിലെ മലിനമായ കാര്യങ്ങളൊക്കെ കണ്ട് അവരതൊക്കെ ആഗ്രഹിക്കുകയാണ്, മോഹിക്കുകയാണ്. அப்படிப்பட்ட സെസരിയ പട്ടണത്തിൽ, അങ്ങനെയുള്ള കൈസരിയ പട്ടണം, വേർഡ് ഓഫ് ഗോഡ് സേസ് കന്യാസ്ത്രീകൾ. അവിടെ ദൈവവചനം പറയുന്നു കന്യകമാർ. അവர்கள் തങ്ങളെ കരൈപ്പെടാதபடிக்கு കാത്തുകൊണ്ടവர்கள், തങ്ങളെ തന്നെ മലിനപ്പെടുത്താതെ തങ്ങളെ തന്നെ സൂക്ഷിച്ചവർ. അവர்கள் தான் தீர்க்கதரிசனம் சொல்ல முடியும். അങ്ങനെയുള്ളവർക്കാണ് പ്രവചിക്കുവാൻ കഴിയുക. ഇതെല്ലാം യാരുടെ ഫ്രൂട്ട് എന്നാൽ, ഇതൊക്കെ ആരുടെ ജീവിതത്തിന്റെ ഫലമാണ്? ഡാഡിയുടെ സ്പിരിറ്റ് അത്. ഇത് പിതാവിന്റെ ആത്മാവാണ്. ഫിലിപ്പിനുடைய സ്പിരിറ്റ് അത്. ഇത് പിതാവിന്റെ ആത്മാവാണ്. തവറ് ചെയ്താലും കുട്ടുപെട്ടാലും
தன்னை திருத்திக்கிறது. താൻ തെറ്റ് ചെയ്താലും തിരുത്തപ്പെട്ടാലും തന്നെ ശാസിച്ചാലും താൻ തന്നെ താഴ്ത്തി തന്നെ തിരുത്തുവാൻ മനസ്സുള്ളവൻ. நான் இண்டிபெண்டன்ட்டா ஆக்ட் பண்ண மாட்டேன். ഞാൻ സ്വതന്ത്രനായി എൻ്റെ വഴിക്ക് ഞാൻ പോവുകയില്ല. മൂപ്പர்கள் എന്നെ பார்க்கட்டும், അപ്പോസ്തലർ എന്നെ பார்க்கட்டும், എൻ്റെ മൂപ്പന്മാർ എന്നെ തിരുത്തട്ടെ, എൻ്റെ അപ്പോസ്തലന്മാർ എന്നെ നോക്കി ചില കാര്യങ്ങളിൽ എന്നെ ശാസിക്കട്ടെ, എന്നെ ഗവനിക്കട്ടോ, എൻ്റെ മേൽ അവർക്കൊരു അധികാരവും ഉണ്ടാവട്ടെ. ഞാൻ വെളിയിറങ്ങമാവണോ, അവരങ്ങനെ ചെയ്യുന്നതിലൂടെ എൻ്റെ ഉള്ളത്തിന്റെ അവസ്ഥ പുറത്തേക്ക് വരും. ഞാൻ കറക്റ്റ് പണപ്പെടണം. അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതം ശരിയാവണം, എനിക്ക് തിരുത്തപ്പെടണം. ഞാൻ മുറിവേറ്റ് ഞാൻ നീങ്ങി മാറിപ്പോവുകയില്ല. அப்படிப்பட்ட ഫിലിപ്പை ஆவியானவர் தூக்கிட்டு போவார். അങ്ങനെയുള്ള ഫിലിപ്പോസിനെ ആത്മാവ് ഉയർത്തിക്കൊണ്ടുപോകും. അവർക്ക് ക്രിസ്തുവിന്റെ താഴ്മയെ അവിടെ പടം പിടിച്ച് കാണിക്കാൻ முடியும். അങ്ങനെയുള്ള ഫിലിപ്പോസിന് യേശുക്രിസ്തുവിന്റെ താഴ്മയെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയും, മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയും. அப்படிப்பட்ட பிள்ளைகள் தீர்க்கதரிசனம் சொல்லுகிற பிள்ளைகளாய் இருப்பார்கள். അങ്ങനെയുള്ള ആളിന്റെ മക്കൾ അവർ പ്രവചിക്കുന്ന പെൺകുഞ്ഞുങ്ങളായി വളർന്നു വരും. ആമേൻ. ആമേൻ.